കാണാതെ പോയ ആടിനെ കണ്ടെത്തുന്ന നല്ല ഇടയൻ. ഒരിക്കലൊരിടയന് 100 ആടുകളുണ്ടായിരുന്നു. അദ്ദേഹം എന്നും രാവിലെ ആടുകളെ മേച്ചിൽപ്പുറത്തേക്ക് മേയാനായി വിടും. വൈകുന്നേരമാകുമ്പോൾ തിരികെ കൂട്ടിക്കൊണ്ടുവരും. പതിവ് തെറ്റിക്കാതെ അദ്ദേഹം രാവിലെ ആടുകളെ മേച്ചിൽപ്പുറത്തേക്ക് വിട്ടു. വൈകുന്നേരമായപ്പോൾ ആടുകളെ തിരികെ കൊണ്ടുവരാനായി ചെന്നപ്പോഴാണ് 100 ആടുകളിൽ ഒന്നിനെ കാണുവാനില്ല. അദ്ദേഹം അവിടെയെല്ലാം അന്വേഷിച്ചു. ഇനി കുറ്റിക്കാട്ടുകളിൽ എവിടെയെങ്കിലും കുരുങ്ങിക്കിടക്കുകയാണോ, വഴിതെറ്റി പോയതായിരിക്കുമോ? വന്ന വഴിയൊക്കെ ഒരുപാട് അദ്ദേഹം തിരഞ്ഞു. പക്ഷെ ആടിനെ കാണുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ ദൂരെ ഒരു നേർത്ത ശബ്ദം കേൾക്കുന്നു. അദ്ദേഹം ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിപ്പോയി. നോക്കിയപ്പോഴതാ കാണാതെ പോയ ആട് ഒരു വള്ളിയുടെ ഇടയിൽ പെട്ടുകിടക്കുന്നു. ഇടയൻ ചെന്ന് വള്ളിയൊക്കെ മാറ്റി ആടിനെ പുറത്തെടുത്തു. എന്നിട്ട് തോളിലിട്ടുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് ഓടി. വീട്ടിൽ ചെന്ന് വിവരമൊക്കെ എല്ലാവരെയും അറിയിച്ചു. ഇതുപോലെയാണ് നമ്മുടെ ഇടയനായ ദൈവം. നമ്മിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ ദൈവം തേടിയെത്തും. കണ്ടുകിട്ടിയാൽ സ്വർഗത്തിൽ വലിയ സന്തോഷമായിരിക്കും. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി ദൈവം സന്തോഷിക്കും. നമുക്കും നല്ല ഇടയനായ ദൈവത്തിൻ്റെ നല്ല കുഞ്ഞാടുകളായി ജീവിക്കാം. സങ്കീർത്തനക്കാരൻ 23:1 ഇപ്രകാരം പറയുന്നു: യഹോവ എൻ്റെ ഇടയൻ, എനിക്ക് മുട്ടുണ്ടാകില്ല. അതേ ദൈവമക്കളെ, നമുക്ക് നല്ല ഇടയനായ ആ യേശുപ്പച്ചനെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ടുള്ള യാത്ര നയിക്കാം. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.